കൊച്ചി നഗരസഭ 2ാം ഡിവിഷനിലെ ജനകീയ കൂട്ടായ്മ കുടിവെള്ള പ്രശ്നവുമായി വാട്ടർ അതോറിറ്റിയിലേക്ക്. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ നമ്പർ 4 നിലവിൽ ഡിവിഷന്റെ പല ഭാഗങ്ങളിലും മലിനജലവും വെള്ളത്തിന്റെ പോരായ്മയും ഉടൻ പരിഹാരം കാണണമെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കണ്ടിരുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മളെ 2ാം ഡിവിഷനിലെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി. നമ്മളെ പഴയ പൈപ്പ് ലൈൻ മാറ്റുകയും പുതിയത് ഇടാം എന്നുള്ള MLA-യുടെ നിർദ്ദേശത്തെ തുടർന്ന് രജിസ്ട്രേഷനായി കാത്തിരിക്കുകയാണ്. ഇവർ വന്ന ഉടനെ ഇത് റെഡിയാവും. അമൃത് പദ്ധതിയുടെ എല്ലാ അപേക്ഷകരെയും ഒരേപോലെ പരിഗണിക്കുമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ പുതിയ പൈപ്പ് ലൈൻ അതേപോലെ ജലസംഭരണിയെ സംബന്ധിച്ചിട്ടുണ്ട്, അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പൊട്ടിയ എല്ലാ പൈപ്പ് ലൈനുകളും മാറ്റിയിട്ടുണ്ട്, പുതിയത് ഇടാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലം പ്രത്യേകമായി അടയാളപ്പെടുത്തി അവിടെ എവിടെയാണോ കംപ്ലയിൻറ്റ് അത് പരിഹരിക്കാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ബില്ല് അടക്കാത്ത 15 ദിവസത്തേക്ക് നമുക്കൊരു അവധി തന്നിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ലെറ്റർ കൊടുക്കും. വളരെ നിരുത്തരവാദപരമായിട്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഇന്നലെ കൊച്ചി ടാങ്കിൽ വെള്ളം കയറിയില്ല, എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മറുപടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രമാത്രം നിങ്ങൾ വളരെ പിന്നെ ലാഘവത്തോടെ വിഷയത്തെ കാണുന്നില്ല. ഈ വരുന്ന ആളുകളൊക്കെ നിങ്ങൾ കാണുന്നത് അങ്ങനെ റിപ്പോർട്ടിൽ ആരുമായിട്ട് ചോദിക്കും, നിങ്ങൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിനോട് ചോദിക്കും. നമ്മൾക്കൊരു രീതി ഉണ്ടല്ലോ, അതിനേക്കാൾ ഒരു സ്പെഷ്യലായിട്ടൊന്നും പരിഗണിക്കാൻ. MLA-യുടെ നിർദ്ദേശപ്രകാരം തുരുമ്പിച്ച പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ മാറ്റുന്നതിന് എസ്റ്റിമേറ്റ് ഉടൻ നൽകാമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമുക്ക് അമൃത് കുടിവെള്ള പദ്ധതിയുടെ മൊത്തം ആളുകളുടെ ലിസ്റ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. കൂട്ടത്തിൽ നമ്മളിന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മാലിന്യം പ്രശ്നങ്ങൾ, കുടിവെള്ളം ലഭിക്കാത്ത പ്രശ്നങ്ങൾ, പുതിയ പൈപ്പ് ലൈൻ MLA സാന്നിധ്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശിച്ച പൈപ്പ് ലൈനിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ഇത്യാദി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പ്രതീക്ഷകളുണ്ട്, കാര്യങ്ങൾ ഭംഗിയായി എല്ലാവരും സഹകരണമുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും വെള്ളവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന്. മലിനജലത്തിന്റെയും വെള്ളത്തിന്റെയും സ്രോതസ് കുറവുള്ള സ്ഥലങ്ങൾ ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകി.